റബീഉൽ അവ്വൽ മാസമാണ്. ഇനി നമ്മുടെ നാട്ടിൽ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും അതുപോലെ നബിയെ പുകഴ്ത്തി പറയലും പാടലും ഒക്കെയായി ഒരു വലിയ കോലാഹലങ്ങൾ നടക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ഈ വിഷയകമായി രണ്ടു തരത്തിലുള്ള തീവ്രതകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വിഭാഗം ആളുകൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാതൊരു മാതൃകയും ഇല്ലാതെ തൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അത് അള്ളാഹുവിൻ്റെ റസൂലിന് വളരെ തൃപ്തിയാണ്, അള്ളാഹുവിന് തൃപ്തിയാണ് എന്ന് വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം. മീലാദ് ക്യാമ്പയിനും ഒക്കെ ആയിക്കൊണ്ട് അവരങ്ങനെ മുസ്ലിം സമൂഹത്തിൽ അങ്ങനെ അവർ മുന്നോട്ട് പോവാണ്. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് സ്നേഹമാണ് എന്നൊക്കെ പറയുമെങ്കിലും നബിയുടെ ചര്യ അല്ലെങ്കിൽ ഹദീസുകൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുന്ന എന്നവർ പറയുന്ന ഈ ഹദീസുകൾ അതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഉള്ളതല്ല എന്നൊക്കെ പറയുന്ന ആ ഒരു തീവ്രത. ഈ രണ്ടു തീവ്രതകൾക്കും മധ്യയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ രണ്ടാമത് പറയുന്ന ആ വശത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് വിശുദ്ധ ഖുർആൻ മാത്രമേ നമുക്ക് സ്വീകാര്യമുള്ളൂ എന്ന് പറയുന്ന ഹദീസുകൾ അത് ഒരു സ്വീകരിക്കേണ്ടതല്ല എന്ന് വിചാരിക്കുകയും ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. വേറൊരു കൂട്ടരുണ്ട്, അതെന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഹദീസല്ലേ, ഖുർആൻ ഉണ്ടോ, അല്ലെങ്കിൽ ഹദീസിലുള്ള ഇതിൽ നിന്ന് അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പറ്റിയും അതുപോലെ ഹദീസിനെ പറ്റിയൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സ്വർഗം നേടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ച് പരലോകത്ത് വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് നിർബന്ധമായും അവർ സ്വീകരിക്കേണ്ട സംഗതി അള്ളാഹുവിനെയും റസൂലിനെയും അവർ അംഗീകരിക്കുകയാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി ഈ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന കാര്യങ്ങൾ ധാരാളം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അതിൽപ്പെട്ട ഒരു വചനമാണ് ഞാൻ ഓതിയത്, സൂറത്തു നിസായിലെ 65-ാമത്തെ വചനം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഫലാ വറബ്ബിക, അല്ലാഹുവാണ് സത്യം, നിന്റെ രക്ഷിതാവാണ് സത്യം. ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ നിങ്ങൾ റസൂലിനെ വിധികർത്താവായി നിങ്ങൾ സ്വീകരിക്കാത്തയിടത്തോളം കാലം സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ, അങ്ങനെ റസൂലുള്ള ഒരു സംഗതി പറഞ്ഞാൽ മനസ്സിലൊരു എതിർപ്പും ഉണ്ടാകാനും പാടില്ല. മിമ്മാ ഖളൈത, നീ അവർക്കൊരു സംഗതി പറഞ്ഞു കൊടുത്താൽ അതിനെപ്പറ്റി മനസ്സിൽ എന്നൊരു തോന്നൽ പോലും അവർക്കുണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, അവരതിന് സമ്പൂർണമായും വിധേയരാകേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴേ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയായി മാറുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് ഈ കാര്യം എന്ന് നമ്മൾ കൃത്യമായി നമ്മൾ അതിനെപ്പറ്റി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ എന്തിപ്പം അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അതിലൊരു മനപ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഇത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതല്ല, അല്ലെങ്കിൽ റസൂലിലേക്ക് ആരോ ചേർത്ത് പറഞ്ഞതാണ് എന്നുള്ളതിന് വ്യക്തമായി നമ്മളെടുക്കൽ പ്രമാണം ഉണ്ടെങ്കിൽ
പിന്നെ ഒരു വിരോധമില്ല, അത് നമുക്ക് അംഗീകരിക്കേണ്ടതില്ല. പക്ഷേ നമ്മളുടെ ചിന്തക്കും നമ്മളുടെ മറ്റു തോന്നലുകൾക്കും എതിരായി അല്ലെങ്കിൽ അതിനോട് അനുയോജ്യമല്ലാത്ത രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് വല്ല ഇതും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾ പറയും ഖുർആനിലാണ് അങ്ങനെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ തിരക്കേടില്ലായിരുന്നു എന്ന് പറയും. അങ്ങനെ ഒരു വിഷയം അതിലുണ്ടാകരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നത്. റസൂൽ എന്നൊരു സംഗതിയിൽ നിങ്ങൾക്ക് ഇന്നപോലെ എന്ന് വിധി പറഞ്ഞാൽ, ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ആശങ്ക അല്ലെങ്കിൽ അതിലൊരു സന്ദേഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അത് നിങ്ങൾ അംഗീകരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ വിശുദ്ധ ഖുർആന്റെ വചനമാണ് നമുക്ക് പറഞ്ഞത്, വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. റസൂലുള്ള എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു, അത് റസൂലുള്ള എന്താണോ നിങ്ങളോട് വിരോധിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ വിരമിക്കുകയും ചെയ്യണം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അള്ളാഹിന്റെ വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു റസൂലിനെ അവൻ നിയോഗിച്ചു തന്നു എന്നുള്ളത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ഇത് ബഅസ ഫീഹിം റസൂലൻ, അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിയോഗിച്ചു തന്നു. മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി, ആ പ്രവാചകൻ അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ അവൻ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും അഥവാ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവർക്ക് അവൻ ആ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നു. വൽ ഹിക്മത, അതുപോലെ തന്റെ ചര്യയും അല്ലെങ്കിൽ വിജ്ഞാനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഖുർആനിലുള്ളതും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തും റസൂലുള്ള അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വൈൻകാനും മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, നേരത്തെ വഴിപിഴച്ച ഒരു ജീവിതം നയിക്കുന്നവരാണ് അവരെങ്കിലും ഈ പ്രവാചകൻ അവരെ വിശുദ്ധ ഖുർആനും തന്റെ ജീവിതചര്യയും കൊണ്ട് അവരെ സംസ്കരിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുന്നു. അങ്ങനെ ഒരാള് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ കിട്ടി എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അതുകൊണ്ട് റസൂൽ നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാകണം? മറ്റാരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ റസൂലുള്ളയാകണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, തങ്ങളെക്കാൾ ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ, ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏറ്റവും അടുത്ത ഒരാള് അത് അള്ളാഹുവിന്റെ റസൂലായി മാറണം. അതുപോലെ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്നെ പറയുകയുണ്ടായി, എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്, എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ഏതിനേക്കാൾ? നിങ്ങളെക്കാളും, നിങ്ങളുടെ കുടുംബത്തെക്കാളും, നിങ്ങളുടെ മറ്റുള്ളവരെക്കാളും, ഭൂമിയിലുള്ള മറ്റേതിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് എന്നെയാണ്. അത് റസൂലുള്ള എന്ന് പറഞ്ഞ വ്യക്തി എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് പരലോകത്തേക്ക്, സ്വർഗത്തേക്ക് നമ്മെ നയിക്കുന്ന ആ വ്യക്തി എന്ന നിലക്ക് ഏറ്റവും അധികം നാം സ്നേഹിക്കേണ്ടത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ അങ്ങനെ നമ്മളൊരാളെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ അതെങ്ങനെയാകണം? അയാൾ പറയുന്നത് നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോഴേ ആ സ്നേഹം യഥാർത്ഥ സ്നേഹമുള്ളൂ. വാപ്പാനോട് എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ സ്നേഹമാണ്, പക്ഷെ വാപ്പ പറഞ്ഞതിന് ഇതിനനുസരിച്ച് നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാപ്പ നമ്മളോട് എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ശരിയായ ഇഷ്ടത്തിന്റെ മാനദണ്ഡമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, പിന്നെ റസൂലിനെ നിങ്ങൾക്ക് അയച്ചത് തന്നെ റസൂലിനനുസരിച്ച് നിങ്ങൾ ജീവിക്കാനാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അനുസരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരൊക്കെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹിനെ ഇഷ്ടാണോ?
അതുകൊണ്ട് ഫത്തബിഊനി, ഞാൻ പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കണം. യുഹ്ബിബുക്കുമുല്ലാഹ്, എന്നാൽ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖുർആൻ അള്ളാഹു അയച്ച വേദഗ്രന്ഥം അത് വിശദീകരിച്ചു തരികയാണ്. അത് റസൂലുള്ളാഹിയാണ് വിശദീകരിച്ചു തരുന്നത്. അതാണ് വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹും, നാം നിനക്ക് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്, ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്, നീ അത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. നീ അത് വിശദീകരിച്ചു കൊടുക്കണം. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, എന്താണ് അള്ളാഹു ഇവരോട് പറയുന്നത്, മനുഷ്യരോട് എന്ത് പറയുന്നു എന്നുള്ളത് നീ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയാണ് നാം നിനക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അത് നീ വിശദീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഖുർആൻ മാത്രം പോരാണ്. ഖുർആൻ മാത്രം പോരാ. ഖുർആൻ അതിന്റെ അടിസ്ഥാന വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥത്തെ ഒരു പ്രവാചകന്റെ കയ്യാൽ, നാവിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അത് എങ്ങനെ പ്രാവർത്തികമാക്കണം, അതിൽ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ വിശദീകരിച്ചു കൊടുക്കണം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി അറിയിക്കുകയും അത് റസൂലുള്ളാഹ് തന്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും പരസ്പര പൂരകങ്ങളായി നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾക്ക് ഒരു റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ അത് ഹദീസുകളില്ലാതെ ഒരു റക്അത്ത് നിസ്കരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങള് നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ നമ്മൾക്ക് യഥാവിധി നിർവഹിക്കണമെങ്കിൽ അതിന് നമ്മൾ ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞു നിന്നാൽ അത് സാധ്യമല്ല. അത് വിശുദ്ധ അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യമാണ്. അള്ളാഹു അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു നമസ്കരിക്കാൻ വേണ്ടി ഖുർആനിൽ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമസ്കരിക്കണം, അതിന്റെ പ്രാധാന്യവും അത് നിങ്ങൾക്ക് ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെ നിസ്കരിക്കണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ നിസ്കരിക്കണമെന്ന് നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയുന്നു. എന്നിട്ട് ആ നമസ്കാരം നമ്മെ പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം, അത് എത്ര റക്അത്ത്, എപ്പോ നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം, ഇതൊക്കെ ഹദീസുകളിലൂടെ അല്ലാതെ വേറെ ഒന്നിലൂടെയും നമുക്ക് ലഭ്യമല്ല. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നാവിലൂടെ, പ്രവൃത്തിയിലൂടെ, അംഗീകാരത്തിലൂടെ അല്ലാതെ ഇത് നമുക്ക് ലഭ്യമേ അല്ല. നമ്മൾക്ക് ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എവിടേക്ക് തിരിഞ്ഞ് എന്നുള്ളത് റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് എങ്ങനെ നിർവഹിക്കണം, ഏത് രീതി, അത് റസൂലുള്ളാഹിയാണ് വിശദീകരിച്ചത്. സക്കാത്ത് കൊടുക്കണം എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എത്ര കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം, തോതെന്താണ്, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചു തരണം. ഹജ്ജ് ചെയ്യണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹജ്ജിന് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഖുദു അന്നി മനാസികക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ നിങ്ങൾ ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞു, റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു. അതുപോലെ നോമ്പിനെ സംബന്ധിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും, മിക്കവാറും ആരാധനാ കർമ്മങ്ങളുടെ ഒക്കെ അടിസ്ഥാനപരമായ സംഗതികൾ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയും അതിന്റെ വിശദാംശങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇസ്ലാമിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആനി ഇത് ആരാധനാ കാര്യങ്ങളെ പറ്റി മാത്രമല്ല, ഇപ്പോ ശിക്ഷാവിധികള്, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹും, വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരു കളവ് കട്ടെടുക്കുന്ന ഒരാൾ, അതാണായാലും പെണ്ണായാലും അവരുടെ കൈ മുറിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. അത് കൈ വെട്ടണം അവരെ എന്ന് പറഞ്ഞു. അപ്പോ എപ്പോഴാ വെട്ടേണ്ടത്, എത്ര കട്ടെടുത്താലാണ് ഒരാളെ പറ്റി കള്ളൻ, കൈവെട്ടാവുന്ന കള്ളൻ എന്ന് പറയാ, ഏത് സാഹചര്യത്തിലാണ് കൈ വെട്ടേണ്ടത്, എവിടുന്നാണോ, അത് തോളുന്ന അവിടുന്ന് വെട്ടണോ, മുട്ടിന്റെ അവിടുന്ന് വെട്ടണോ, അതല്ല കൈപ്പത്തിയാണോ വെട്ടേണ്ടത്, എന്താണ് ഈ വെട്ടേണ്ടത്, ഇതൊക്കെ വിശദം അതിന്റെ കൂടെ അറിയേണ്ട സംഗതിയാണല്ലോ.
ഖുർആൻ പറഞ്ഞതാണ് കൈ വെട്ടണമെന്ന്. കൈ വെട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരാളെ പിടിച്ചിട്ട് അയാളെ തോളിന്റെ അവിടുന്ന് തന്നെ കൈയാൾ വെട്ടിടാൻ പറ്റുമോ? അല്ലെങ്കിൽ മുട്ടി വെട്ടിടാൻ പറ്റുമോ? അപ്പൊ എവിടുന്നാ വെട്ടേണ്ടത്? എത്ര കാണും? പിന്നെ കട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയായി കട്ടെടുക്കുന്നത്? ഏത് ലെവലിൽ കട്ടെടുക്കുന്ന സന്ദർഭത്തിലാണ് കൈ വെട്ടേണ്ടത്? ഏത് സാഹചര്യത്തിലാണ്? ഇതൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ അതിന്റെ കൂടെ നമുക്ക് ആവശ്യമുണ്ടല്ലോ. ആ വിശദീകരണങ്ങൾ നമുക്ക് ഖുർആനിൽ നിന്ന് തേടിയാൽ നമുക്ക് കിട്ടുമോ? ഖുർആനിൽ നിന്ന് കിട്ടില്ല. കാരണം അത് പറയേണ്ട ആവശ്യമില്ല. അത് ഖുർആന്റെ പോരായ്മയല്ല. ഖുർആൻ അതുകൊണ്ട് യാതൊരു അതിന്റെ സ്ഥാനത്തിനൊരു പോരായ്മയും വരുന്നില്ല. കാരണം അതിന്റെ അടിസ്ഥാന സംഗതികൾ അവിടെ പറഞ്ഞു. ബാക്കി സംഗതികൾ പറഞ്ഞു കൊടുക്കാനാണ് ഖുർആൻ ഒരു പ്രവാചകന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളെ പറഞ്ഞയച്ചത്. ആ രീതിയിൽ ഓരോ സംഗതികളും അങ്ങനെയാണ്. ഇനി സാധാരണയായി നമ്മൾ ജീവിതമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെന്ന് വിചാരിക്കുക. മീൻ തിന്നാൻ പറ്റും നമുക്ക് ഖുർആൻ മാത്രമാണെന്ന് പറഞ്ഞാൽ? ഖുർആൻ മാത്രമാണ്. ഖുർആനിൽ വളരെ ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ശവം നാം ഹറാമാക്കിയിരിക്കുന്നു. ശവം ഹറാമാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ചത്ത മീൻ ശവം തന്നെയല്ലേ? പിന്നെ അത് എന്തുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ മീൻ തിന്നുന്നത്? അത് വിരോധമല്ല. തിന്നാന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾക്ക് 2 ശവങ്ങൾ അത് അള്ളാഹു ഹലാലാക്കിയിരിക്കുന്നു. അസ്സമഖു വൽ ജറാത്ത്, ഈ വെട്ടുകിളിയും അതുപോലെ തന്നെ മത്സ്യവും. അപ്പൊ മത്സ്യം ചത്താലും നമുക്ക് തിന്നാം. ഞാൻ ഖുർആൻ അനുസരിച്ച് മാത്രമേ എന്റെ കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾക്ക് തിന്നാൻ യാതൊരു വകുപ്പുമില്ല. ഒരു സംഗതിയും അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ ഒരാൾ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ അനുസരിച്ച് എനിക്ക് ജീവിക്കണം, ഖുർആൻ അനുസരിച്ച് എനിക്ക് ജീവിക്കണം എന്നൊരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ ഈ ഹദീസ് അതിന്റെ കൂടെ നിർബന്ധമായും അയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് വിശദീകരണം കിട്ടണം. ഇപ്പോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ് എന്ന് പറഞ്ഞു. മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ, 4 മാസങ്ങൾ പവിത്രമാണ്. അത് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയാണ്. ഏതായി 4 മാസം? 12 മാസങ്ങൾ ഉണ്ടല്ലോ. ഈ 12 മാസങ്ങളിൽ ഏതാണ് ഈ 4 മാസം? അത് ഖുർആൻ മുഴുവൻ നമ്മൾ തപ്പി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റൂല. അത് നമ്മൾ ഹദീസ് റസൂലുള്ള വിശദീകരിച്ചു. ഈ 4 മാസം എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജ, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങളാണ്. ഈ 4 മാസം എന്ന് റസൂലുള്ള പറഞ്ഞത് കൊണ്ട് അപ്പോ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട സംഗതി, ആളുകൾ ഇങ്ങനെ എന്താണ് ഹദീസ്, എന്താ പതിലുള്ള ഹദീസ് പറഞ്ഞ അള്ളാന്റെ റസൂല് നമ്മെ പഠിപ്പിച്ച സംഗതി, അതില് റസൂല് പഠിപ്പിച്ചതല്ല, അതിലേതോ ശരിയല്ലാത്തതാണ്, അത് ലൈഫാണ്, ദുർബലാണ്, അത് നമുക്ക് എടുക്കണ്ട. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സംഗതികൾ അങ്ങനെ ഒന്ന് തന്നെ നമുക്ക് ആവശ്യമല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് പൂർണ്ണമായും മുസ്ലിമായി അവന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു തലത്തിലേക്ക് പോകും. അവര് എല്ലാം അതും ഒന്ന് തന്നെയാണ്, ഒക്കെ സമം തന്നെയാണ് എന്ന് പറഞ്ഞ് ഖുർആനിലെ ഏതെങ്കിലും ആയത്തെടുത്തുകൊണ്ട് പറയും സർവ്വമത സത്യവാദത്തിലേക്കാണ് ആദ്യം അവർ പോവുക. സർവ്വമത സത്യവാദത്തിലേക്കാണ് പോകും. അങ്ങനെ സർവ്വമത സത്യവാദം പറഞ്ഞ് അതിന്റെ ആരാധനകളൊന്നും നിർവഹിക്കേണ്ടതില്ല, ഒക്കെ അവനാണ് തോന്നിയ പോലെ അങ്ങനെ നിർവഹിച്ച് കുറച്ചാണ് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും എന്തതിലൊന്നൊരു അർത്ഥമല്ല. അവസാനം അവർ നിരീശ്വരവാദത്തിലേക്ക് എത്തും. നമ്മുടെ നാട്ടില് ഈ രീതിയിൽ ഹദീസുകൾ ആവശ്യമില്ല, ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ അവസാനം എത്തിപ്പെട്ടത് നിരീശ്വരവാദത്തിലേക്കാണ്. നമ്മുടെ നാട്ടില് ഒരു സ്ത്രീ പ്രസംഗിച്ച് നടന്നിരുന്നു, ഇവിടെ നമ്മളെ പ്രദേശങ്ങളിലൊക്കെ പ്രസംഗിച്ച് നടന്നിരുന്നു, ഹദീസ് ആവശ്യമില്ല, ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞ് സ്വന്തമായി ജുമയൊക്കെ നടത്തിയിരുന്നു. ജുമ സ്വന്തമായി ഇമാമത്തൊക്കെ നിന്നുകൊണ്ട് നടത്തിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ പിന്നെ കുറച്ചും കൂടി കാലം കഴിഞ്ഞു. ഇപ്പൊ ആ സ്ത്രീ പിന്നെ ഇപ്പോ നിരീശ്വരവാദിയാണ്, ദൈവം തന്നെയല്ല എന്ന് പറഞ്ഞത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയാണ് എല്ലാവരുടെയും അവസ്ഥ. സർവ്വമത സത്യവാദം എന്ന് പറഞ്ഞാൽ ഹദീസ് വേണ്ട എന്ന് പറഞ്ഞ ആളുകളൊക്കെ എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ്, അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വ്യത്യാസമില്ല എന്ന് പറയുന്ന സർവ്വമത സത്യവാദത്തിന്റെ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസമാണെങ്കിലും ശരി, ഏകദൈവ വിശ്വാസമാണെങ്കിലും ശരി, അതൊക്കെ നന്നായി മനുഷ്യൻ നടന്നാൽ മതി എന്നുള്ളതേ ഉള്ളൂ എന്ന രീതിയിലേക്ക് എല്ലാം അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ തന്നെ
പൂർണ്ണമായും കൈയൊഴിക്കുന്ന ഒരു വിധാനത്തേക്ക് ആണ് ഹദീസ് തള്ളുന്നതോടുകൂടി, ഹദീസ് നിഷേധത്തോടുകൂടി ഓരോ ആളുകൾ എത്തുക. അപ്പൊ ഈ ഒരു പ്രവണത നമ്മളുടെ ഇടയിൽ യാതൊരു കാരണവശാലും നമ്മൾ ഉണ്ടാകാൻ അനുവദിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറയണേ. ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറയും ബുഖാരി, മുസ്ലിം, ഇതൊക്കെ എന്താ ഒരാള് രണ്ടാൾക്കാർ ഒരു തെറ്റുപറ്റൂലേ, അങ്ങനെ പല സന്ദേഹങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവര് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഈ ഹദീസ് ഇതിൽ നിന്ന് അത് കൈവിട്ടു പോയാൽ പിന്നെ അവർ ഖുർആനും അനുസരിച്ചും ജീവിക്കൂല. ഖുർആൻ അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ അതിന്റെ വിശദീകരണങ്ങൾ ഈ ഹദീസുകളിൽ ഉള്ളതാണല്ലോ. അപ്പോ അതിനെപ്പറ്റി അവർക്ക് എങ്ങനെയാ നിസ്കരിക്കേണ്ടത്, ഉദാഹരണം നിസ്കരിക്കേണ്ടത് പറയുമ്പോൾ നിസ്കാരം തന്നെ ഉണ്ടാവില്ല. പിന്നെ അപ്പൊ ആദ്യം നിസ്കരിക്കേണ്ടേ 5 വക്ത് വേണ്ടെന്ന് പറയും, പിന്നെ തോന്നും 3 വക്ത് മതിയെന്ന് തോന്നും. കുറച്ച് കഴിഞ്ഞാല് നിസ്കരിക്കേണ്ടെന്ന് ആവശ്യമില്ല, എങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. സലാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രാർത്ഥന എന്നാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം, രാവിലെയും വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിച്ചാൽ തന്നെ അത്രേ പറയുന്നുള്ളൂ എന്നൊക്കെ രീതിയിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ഇത് അപകടകരമായ ഒരു ചിന്തയാണ്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവും അതിനെ നബിയെ സംബന്ധിച്ചൊക്കെ ആലോചിക്കുകയൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി ഈ അതൊരു ബിദ്അത്താണ്. അത് ബിദ്അത്തുമായി ബന്ധപ്പെട്ട സംഗതികളെ പറയുമ്പോൾ നമുക്ക് പറയാം, ഇത് മറ്റൊരർത്ഥത്തിലുള്ള ഒരു ബിദ്അത്തിന്റെയും അപ്പുറത്തേക്ക് പോകുന്ന രീതിയിൽ കുഫറിലേക്ക് എത്തുന്ന രീതി, അഥവാ ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. നബിന്റെ കാലത്ത് ഇത് പറഞ്ഞു നടക്കുന്ന ആളുകളൊന്നുമില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ ആദ്യം പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ കിതാബു മിസ്ലഹു മഅഹു, എനിക്ക് ഈ വിശുദ്ധ ഖുർആനും തത്തുല്യമായ മറ്റൊന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വചനമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ലഭിച്ചു. അതിന്റെ വിശദീകരണം അള്ളാഹുവിങ്കിൽ നിന്നാണ് കിട്ടുന്നതാണ്. അള്ളാഹുവിന്റെ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടം പറയില്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യി പ്രകാരമാണ് സംസാരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ഇത് രണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അലാ യൂശഖു റജുലുൻ ശബ്ആന അലാ അരീകതിഹി, ഇനി കുറച്ച് കഴിഞ്ഞാൽ ചില മനുഷ്യന്മാർ വരും, അവര് അങ്ങനെ സ്വന്തം സോഫയിൽ ഇങ്ങനെ ചാരിക്കിടന്നുകൊണ്ട് അവരിങ്ങ പറയും. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ലാതെ അവര് സോഫയിൽ ചാരിക്കിടന്നുകൊണ്ട് ഓല് പറയും, അലൈക്കും ബിഹാദിൽ ഖുർആൻ, ഈ ഖുർആൻ മതി നമുക്ക്, ഫമാ വജത്തും ഫീഹി മിൻ ഹലാൽ ഫഅഹല്ലു, നിങ്ങൾ ഈ ഖുർആനിൽ ഹലാലായി കണ്ടതൊക്കെ നിങ്ങൾ ചെയ്തോളി, വമാ വജത്തും ഫീഹി മിൻ ഹറാം, അതില് ഹറാമായി കണ്ട സംഗതിയൊക്കെ നിങ്ങൾ ഹറാമാക്കിയോളി, അത് മാത്രം മതി എന്ന് പറയുന്ന ഒരു ആളുകൾ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം വരും. എന്നാൽ എനിക്ക് ഖുർആൻ മാത്രമല്ല, ഖുർആനോട് സമാനമായ അതുപോലെ അതിന്റെ വിശദീകരണമായിക്കൊണ്ട് തന്നെ മറ്റൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് റസൂലുള്ള പ്രവചിച്ചതാണ്. അപ്പൊ അത് വളരെ ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട, ഹദീസിനെ നിസ്സാരവൽക്കരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ, യുവാക്കളുടെ ഇടയിലൊക്കെ പല പ്രവണതകളും ഈ രീതിയിലുണ്ട്. ഖുർആന്റെ അകക്കാമ്പ്, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പേരിലും ഇത്തരം ഒരുപാട് ചിന്ത പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ശരിയായ അർത്ഥത്തിൽ ദീൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും വേണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നത്. കിതാബുല്ലാഹ് ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപഴച്ചു പോകൂല. കിതാബുല്ലാഹി വസുന്നത റസൂലിഹി, അള്ളാഹുവിന്റെ കിതാബും അവന്റെ റസൂലിന്റെ സുന്നത്തുമാണ് അത് എന്ന് പറഞ്ഞു. അപ്പോ ഖുർആനും സഹീഹായ ഹദീസും ഇത് രണ്ടും നമ്മുടെ പ്രമാണമാണ്. ആ പ്രമാണമനുസരിച്ചാണ് പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതിലുണ്ടോ ഇല്ലേ എന്നതാണ് ദീൻ ആചരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി അന്വേഷിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد
കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ആളുകൾ പറയാറുണ്ട്. ഒന്ന്, സാധാരണ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്നെ ഈ ഖുർആൻ അല്ലാത്തതൊന്നും എഴുതി വെക്കരുത് എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പിന്നെ പിൽക്കാലത്ത് കുറെ ആൾക്കാർ വന്നിട്ട് ഇതൊക്കെ എഴുതി വെച്ചു. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. റസൂലുള്ള വളരെ വ്യക്തമായി എഴുതി വെക്കരുത് എന്ന് പറഞ്ഞ ഒരു കാര്യമാണെന്നാണ് ഇതിനെപ്പറ്റി ആഴത്തിൽ സംസാരിക്കുമ്പം അതിന്റെ ചില വക്താക്കൾ പറയാറുണ്ട്. ഇതും വളരെ തെറ്റായ ഒരു സംഗതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നിങ്ങൾ ഖുർആൻ മാത്രമേ എഴുതി വെക്കാൻ പാടുള്ളൂ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞത് നിങ്ങൾ ഹദീസുകൾ, അതായത് റസൂലിന്റെ വചനങ്ങളോ റസൂൽ പറഞ്ഞതോ റസൂലിൽ നിന്നുള്ള ഉദ്ധരണികളോ നിങ്ങൾ ഖുർആന്റെ കൂടെ നിങ്ങൾ എഴുതി വെക്കരുത്. ഖുർആന്റെ കൂടെ അതും കൂടി എഴുതി വെച്ചാൽ അത് പരസ്പരം കൂടിക്കലരുന്ന പ്രശ്നങ്ങളൊക്കെ അതിൽ ഉണ്ടായേക്കാം. അള്ളാഹു കാത്ത ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ഗണത്തിൽപ്പെടുന്നതാണ് വിശുദ്ധ ഖുർആൻ. നമുക്കറിയാം അള്ളാഹു അതിനെ കാത്തുരക്ഷിക്കും. ആ കാത്തുരക്ഷിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് ഖുർആന്റെ കൂടെ ഹദീസിന്റെ നബിയുടെ വചനങ്ങൾ പോലും ഖുർആന്റെ കൂടെ എഴുതി വെക്കാൻ അവർക്ക് സമ്മതം നൽകിയിട്ടില്ല. നബി പറയുന്ന സംഗതികൾ അത് അവർ എഴുതി വെക്കുന്ന ധാരാളം സഹാബിമാരുണ്ടായിരുന്നു. ധാരാളം സഹാബിമാര്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ രീതി റസൂലുള്ളാഹിൽ നിന്ന് കേൾക്കുന്നതൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെക്കും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്. റസൂലുള്ള പല സന്ദർഭത്തിലും പല രീതിയിലുള്ള സംഗതികളും പറയും. ചിലപ്പോൾ ദേഷ്യം പിടിച്ച് പറയുന്ന സംഗതി ഉണ്ടാവും, അല്ലാത്തതും. ഇതൊക്കെ നീ ഇങ്ങനെ കുറിച്ചു വെക്കാൻ നിന്നാല് അത് ശരിയല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഈ കാര്യം റസൂലുള്ളയോട് പറഞ്ഞു, ഞാൻ എഴുതി വെക്കുന്നത് എഴുതി വെക്കേണ്ടതില്ല, അതിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് എന്നോട് ആളുകൾ പറയണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതിക്കോ, നീ എഴുതി വെച്ചോ. വല്ലദീ നഫ്സി ബിയദിഹി മാ യഖ്റുജു മിൻഹു ഇല്ലൽ ഹഖ്. നബി ഇങ്ങനെ നാവ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ നാവിൽ നിന്ന് സത്യമേ പുറത്തു വരൂ, അതുകൊണ്ട് നീ എഴുതി വെച്ചോളൂ എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റസൂലിന്റെ കൂടെ നടന്ന് അതിന് മാത്രം ശ്രമിച്ച ആളാണ് അബൂ ഹുറൈറ. എന്റെ അടുക്കലാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റസൂലിൽ നിന്ന് എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ എന്നെക്കാൾ ചിലപ്പോ ഹദീസ് കൂടുതൽ അബ്ദുല്ലാഹി ബിൻ അംറിന് കിട്ടിയിട്ടുണ്ടായേക്കാം. കാരണം അദ്ദേഹം കേൾക്കുന്നത് എഴുതി വെക്കുക കൂടി ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ എഴുതി വെക്കാറില്ല, ഞാൻ മനപ്പാഠം മാത്രമാണ് എന്റേതുള്ളത്. അദ്ദേഹം എഴുതി വെക്കാറ് കൂടി ഉണ്ടായിരുന്നു നമുക്ക് പറയാൻ പറയും. റസൂലുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഒരു സഹാബി റസൂലുള്ള മക്കയുടെ പവിത്രതയെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി എഴുന്നേറ്റ്, അബൂ ഷാമ എന്ന് പറഞ്ഞ സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നബി അതൊന്ന് എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടൻ പറഞ്ഞു, ഉക്തുബൂലി അബീഷാമ, അബീഷാമക്ക് അത് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പല സഹാബിമാരുടെ കയ്യിലും റസൂലുള്ളാഹിയുടെ ഹദീസുകൾ അഥവാ റസൂലുള്ളാഹിയുടെ വാക്കുകളും റസൂലുള്ള പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട്. സക്കാത്തിനെ പറ്റിയുള്ള വളരെ വിശദമായ ഒരു രേഖ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്നു. അലി ബിൻ അബി താലിബിന്റെ വാളിന്റെ ഉറയിൽ അദ്ദേഹം എഴുതി വെച്ച ധാരാളം പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സഹാബിമാർ എഴുതിയ പ്രമാണങ്ങൾ അത് രേഖപ്പെടുത്തി അവിടെ വെക്കുകയും വലിയ പുസ്തക രൂപത്തിൽ അവർ ആ പിൽക്കാലങ്ങളിൽ അത് കൊണ്ടുനടന്നിട്ടുണ്ട്. സഹീഫത്തു സാദിഖ എന്നൊക്കെ പേരിൽ അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആളുകളെ വിചാരം ആദ്യമായിട്ട് ഹദീസ് ക്രോഡീകരിച്ചത് അത് 2 നൂറ്റാണ്ടിന് ശേഷം അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ടിന് ശേഷം ബുഖാരി, മുസ്ലിം അവരൊക്കെയാണ് ആദ്യം ക്രോഡീകരിച്ചത്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബിമാര്, താബീകള്, അതുപോലെ തന്നെ അവരെല്ലാവരും, അവരിൽ ധാരാളം ആളുകൾ ഈ ഹദീസുകൾ എഴുതി വലിയ പുസ്തകങ്ങളായി തന്നെ ആ കാലഘട്ടത്തിലെ സംവിധാനം അനുസരിച്ചുള്ള പുസ്തകങ്ങൾ ഏടുകളാക്കിയിട്ട് അവര് അത് സൂക്ഷിച്ചിരുന്നു. അവര് റസൂലുള്ളാഹിയിൽ നിന്ന് അനുമതി വാങ്ങിക്കൊണ്ടും അതുപോലെ റസൂലുള്ളാഹിയുടെ ക്ലാസ് കേട്ടിട്ടും സഹാബിമാരുടെ ക്ലാസുകൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസുകൾ അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെക്കുന്ന, നബിയിൽ നിന്ന് പറയുന്ന, നബി പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. ഏറ്റവും പൗരാണികമായ ഹദീസ് ഗ്രന്ഥങ്ങൾ അതാണ്. അപ്പൊ ഈ വിഷയത്തില് ഒരുപാട് തെറ്റുധാരണ പ്രചരിപ്പിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തും സഹാബികളുടെ കാലത്തും ഒക്കെ ആവശ്യമായത് എഴുതി വെച്ചിരുന്നു. പക്ഷേ ഖുർആനിൽ നിന്ന് വേറിട്ടുകൊണ്ടാണ്.
അത് വേറെ വേറെ ആയിക്കൊണ്ട് തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. ഖുർആാനോടൊപ്പം അത് എഴുതി വെക്കരുത് എന്ന് റസൂലുള്ള പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുക. ശരിയായ രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ.